ജസിം ബ്രദറെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു ബ്രദറെ. ഒരു സഭയെ തകർക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമോ? അത് സംഭവിക്കാം. പക്ഷേ ചരിത്രം പറയുന്നത് സഭയ്ക്ക് പുറത്തുള്ളതിനേക്കാൾ അകത്തുള്ള ഭിന്നതകളാണല്ലോ ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ അധ്യായത്തിൽ നാം കാണുന്നതും അതാ, അബ്ദുള്ള പാത്രിയർഗീസിന്റെ വരവ്. പക്ഷേ ആ അധ്യായം വായിക്കുമ്പോൾ ആദ്യം തോന്നുക ഒരു പാത്രിയാർക്കീസ് മലങ്കര സഭയിൽ എത്തിയതിന്റെ ചരിത്ര സംഭവമല്ലേ? വായിച്ചിറങ്ങുമ്പോൾ മനസ്സിലാകും അതൊരു പാത്രിയർക്കീസിന്റെ വരവിന്റെ കഥ മാത്രമല്ല, മറിച്ച് മലങ്കര സഭ പുതിയൊരു യുഗത്തിലേക്ക് കടക്കുന്നതിന്റെ കഥ കൂടിയാണ്. അബ്ദുള്ള പാത്രിയാർക്കീസിനെ സ്വീകരിക്കാൻ പ്രമുഖ വൈദികരും നേതാക്കന്മാരും ബോംബെയിലേക്ക് പോകുന്നു. അവരോടൊപ്പം യുവപുരോഹിതനായ മാർ ഇവാനിയോസും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. പാത്രിയർഗീസ് മാർ ഇവാനിയോസിനോട് ചോദിക്കുന്നു, ഞാനും ദിവന്യാസിയോസും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്ന്. അതൊരു സാധാരണ ചോദ്യമായിരുന്നില്ല, ഒരു വ്യക്തിയുടെ വിശ്വസ്തതയെ അളക്കുന്ന ചോദ്യമായിരുന്നു. അദ്ദേഹം നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. മാർ ദിവന്യാസിയോസ് എന്റെ ഗുരുവാണ്. അദ്ദേഹം സത്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിൽക്കില്ല, മറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അദ്ദേഹം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തില്ല, അദ്ദേഹം തിരഞ്ഞെടുത്തത് സത്യത്തെയാണ്. അതിനുശേഷം സഭയിൽ എന്താണ് സംഭവിക്കുന്നത്? സഭയിൽ അഭിപ്രായ ഭിന്നതകൾ ശക്തമാകുന്നു, അധികാരമോഹങ്ങൾ വളരുന്നു, വിശ്വാസത്തിന്റെ സ്ഥാനത്ത് വിഭാഗീയത തഴച്ചു വളരുന്നു. ഇതിന്റെ വേദനാജനകമായ ചിത്രം ആനപ്പാപ്പി എന്ന ഒരു വിശ്വസ്തനായ ഒരാളുടെ കൊലപാതകം. പക്ഷേ മാർ ഇവാനിയോസ് അതൊരു വാർത്തയായി എഴുതുന്നില്ല. അതെ, അദ്ദേഹം അതൊരു ആത്മീയ മുന്നറിയിപ്പായിട്ടാണ് എഴുതുന്നത്. ദൈവഭയവും ദൈവസ്നേഹവും നഷ്ടപ്പെട്ടാൽ സഭയ്ക്കുള്ളിലും രക്തം ചിന്തപ്പെടാം. ഈ അധ്യായം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? പദവിയേക്കാൾ വലുത് സത്യമാണ്, അധികാരത്തെക്കാൾ വലുത് മനസാക്ഷിയാണ്, വിഭാഗീയതയേക്കാൾ വലുത് സഭയുടെ ഐക്യമാണ്. അതുകൊണ്ടാണ് ഗിരിദീപം ചരിത്രം മാത്രം പറയുന്ന പുസ്തകമല്ലെന്ന് പറയുന്നത്. ചരിത്രത്തിൽ നിന്ന് ഇന്നത്തേക്കുള്ള പാഠം പഠിപ്പിക്കുന്ന പുസ്തകമായി ഗിരിദീപം മാറുന്നു.